നടക സുരേഷ് ബാബു, ചീത്തപ്പണത്തിന്റെ അജ്ഞാനുവർത്തികളായ അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ്, അവർക്ക് മാപ്പില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പറയുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. CPI പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് NCP. NCPയുടെ നിലപാട് എന്താണ്? ഏതെങ്കിലും കാര്യത്തിൽ ഒരു സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു പാർട്ടി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടാൽ അതിനോട് എല്ലാ ഘടകകക്ഷികളും അനുകൂലമായി പ്രതികരിക്കണം എന്നൊന്നും ആർക്കും ശാഠ്യം പിടിക്കുകയില്ല. ആരും ശാഠ്യം പിടിക്കും എന്നെനിക്കോ തോന്നുന്നില്ല. അങ്ങനെ ഒരു ശാഠ്യം പിടിച്ചാൽ അതിനെ പാർട്ടികൾ അംഗീകരിക്കണം എന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അത്തരം നിലപാടുകളിൽ ഈ പറയുന്ന വസ്തുതകൾ ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാനതിനെ ശരിയെന്നും തെറ്റെന്നും പറയുന്നില്ല. ശരിയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത, അംഗീകരിക്കാത്ത, ചോദ്യം ചെയ്യപ്പെടേണ്ടുന്നതായ നടപടികൾ തന്നെയാണ് എന്നാണ് NCPയുടെയും എൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ. അതൊരു കീഴടങ്ങലോ അല്ലെങ്കിൽ അതിനോട് ഒരു എതിർക്കലോ ഒന്നുമല്ല. എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിലെ സമൂഹം അംഗീകരിക്കുന്ന പ്രവൃത്തികളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിനോട് ബാധ്യതയുണ്ട്. ബാധ്യത മാത്രമല്ല, കടപ്പാടുണ്ട്. അവർ സമൂഹത്തിന് വിധേയരായി പ്രവർത്തിക്കേണ്ടുന്ന ആളുകൾ തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും. അത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന ആക്ഷേപം കേൾക്കുന്നത് തന്നെ അപമാനകരമാണ്. ആ അപമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വസ്തുതയായിരിക്കാം ശ്രീമാൻ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കാനോ വിശദീകരിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിക്ക് യോജിക്കാൻ കഴിയാത്ത നിലപാടുകൾ ഏതെങ്കിലും പാർട്ടികൾ സ്വീകരിക്കുമ്പോൾ ആ പാർട്ടിയെ ജനം തിരസ്കരിക്കും എന്ന ഒരു പൊതുതത്വം ഞാനിവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കണ്ണൂരിൽ നിന്നും കരുവന്നൂരിൽ നിന്നും വരുന്ന വാർത്തകൾ വിശ്വാസ്യയോഗ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് താങ്കൾക്കില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ കള്ളം പറയണോ? താങ്കൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ലേ? കോഴിക്കോടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ, അല്ലേ? ഇതെപ്പോൾ കേൾക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ പലരും പാർട്ടിയിൽ കൂടെ, അതായത് ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ അതുപോലെ കള്ളക്കടത്ത് സംഘത്തിൻ്റെ കൂടെ ഒരു കാലത്ത് നടന്നവർ, അവർ ഒരു പക്ഷെ കരുതി കാണും ഇതെല്ലാം അവസാനിക്കും അല്ലെങ്കിൽ അവസാനിപ്പിക്കും എന്ന്. പക്ഷേ പാർട്ടിയിൽ പരാതി നൽകിയിട്ടും പാർട്ടിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. മേൽത്തട്ടിലേക്ക് പരാതി അയക്കുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പരാതി കൊടുക്കുന്നു, പക്ഷേ സംസ്ഥാന സെക്രട്ടറിയും പരാതി അവഗണിക്കുന്നു. പിന്നെ സ്വയം പാർട്ടിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. മനു തോമസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ അപജയം എല്ലാം നേരിട്ട് മനസ്സിലാക്കിയിട്ടും അതിൽ യാതൊരു നടപടിയും എടുക്കാതെ കള്ളക്കടത്തുകാരുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും ഒപ്പം നിലയുറപ്പിക്കാൻ ഒരു പാർട്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏതർത്ഥത്തിലാണ് കാണേണ്ടത് പൊതുസമൂഹം? ഏതർത്ഥത്തിലാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? അല്ല, ഞാൻ എൻ്റെ ഒരു നിലപാട് കൂടി എൻ്റെ പ്രിയ സ്നേഹിതൻ അനിൽ നമ്പ്യാരോട് പറയേണ്ടതായി വന്നു എന്നത് ആണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഞാൻ കള്ളം പറയില്ല, കള്ളം പറയുന്നൊരു രീതിയും എനിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളിൽ വ്യക്തമായും വ്യക്തിപരമായുമുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയുള്ളൂ. ഒന്ന്, ഒരു വ്യക്തി മദ്യപാനിയാണെന്നുള്ളത്, ഒരു വ്യക്തി വ്യഭിചാരിയാണെന്നുള്ളത്, ഒരു വ്യക്തി സാമ്പത്തിക കുറ്റം ചെയ്യുന്ന ആളാണെന്നുള്ളത്. അങ്ങനെ മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് വ്യക്തിപരമായി ബോധ്യം വരാത്തിടത്തോളം കാലം അത് അങ്ങനെയുള്ള ആളാണ് എന്ന് ഞാൻ പറയാറില്ല സ്വതവേ. പക്ഷേ ഇതല്ല, ഇത് അതിനെ താരതമ്യപ്പെടുത്തേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുതയുടെ നേരും തെറ്റും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല.
അതുകൊണ്ട് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇതൊക്കെ വെറുതെ കളവായ പ്രചരണമാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെയാണ് എൻ്റെ വിവക്ഷ. അത് ആ രൂപത്തിൽ അതിനെ എടുക്കാൻ അങ്ങയുടെ മനസ്സങ്ങയെ അനുവദിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതല്ലാത്ത ഒരു സമീപനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഒരു വീഴ്ചയിൽ അടച്ചാക്ഷേപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതെല്ലാം കാര്യങ്ങളിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് വേണ്ടത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ജാതി സമൂഹമോ ഏതെങ്കിലും മതസമൂഹമോ കൈവിട്ടതിൻ്റെ പേരിലാണ് എന്ന ഒരു സമീപനം കൊണ്ട് ഈ വീഴ്ചയെ ആർക്കെങ്കിലും ഓട്ടയടക്കാൻ കഴിയുമെന്ന് തോന്നാത്ത ഒരാളാണ് ഞാൻ. മറിച്ച് ഇന്നലെ വരെ സമൂഹത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തനത്തിൻ്റെ കൂടെ നിന്നിരുന്ന ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ പ്രസ്ഥാനത്തെ താൽക്കാലികമായി കൈയൊഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ താൽക്കാലികമായി കൈയൊഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആദ്യത്തെ ഒരു പരാജയത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആക്ഷേപിക്കേണ്ടുന്നൊരു മാർഗമില്ല. പക്ഷെ തിരുത്തേണ്ടവർ തിരുത്തുക തന്നെ വേണം എന്ന അഭിപ്രായം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ എൻ്റെ പാർട്ടിയോ എന്നെപ്പോലെയുള്ള ചെറു പാർട്ടികളുടെ പാർട്ടിയോ വിചാരിച്ചാൽ മതിയാവില്ല. ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടി തന്നെ വിചാരിക്കണം. ആ പാർട്ടിക്കകത്തു നിന്നുണ്ടാകുന്ന അപശബ്ദങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ നിശബ്ദമാക്കുക എന്നല്ല, അത്തരം കാര്യങ്ങൾക്കുള്ള കാരണമുണ്ടാകാതിരിക്കുക എന്നതാണ് ഞാൻ ഇല്ലായ്മ ചെയ്യുക എന്ന് വിവക്ഷിക്കുന്നത്. അങ്ങനെ ഇല്ലായ്മ ചെയ്യാനുള്ള നേതൃത്വ പാഠവും ക്രാന്തദർശിത്വവും CPM-നെ സംബന്ധിച്ചിടത്തോളവും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു.